നമസ്കാരം. ഞാൻ രേഷ്മ. എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു ഗ്ലൂട്ടാതയോൺ ചാലഞ്ചാണ്. 6 മാസം ഞാൻ ഗ്ലൂട്ടാതയോൺ ഒരു ചാലഞ്ച് ചെയ്യാൻ പോവാണ്. എന്നിട്ട് റിസൾട്ട് ഷെയർ ചെയ്യാം. അതിന് മുന്നേ എൻ്റെ സൗണ്ട് നല്ലതായിട്ട് ചേഞ്ച് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ പനി പിടിച്ചു, ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ടായി, മൂക്കൊക്കെ ഇപ്പോഴും അടഞ്ഞിരിക്കുകയാണ്. 2-3 വീക്സ് ആയിട്ട് ഇങ്ങനെ ഓൺ ആൻഡ് ഓഫ് പനി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതാണ് ഈ ഒരു സൗണ്ടിന് നല്ലൊരു വ്യത്യാസമുള്ളത്. സോ പ്ലീസ് ബെയർ വിത്ത് മീ. അപ്പോൾ അതല്ലാതെ ഞാൻ പറഞ്ഞത് ഗ്ലൂട്ടാതയോണിൻ്റെ കാര്യമാണ്. നമ്മൾ അറിഞ്ഞത് ഈ പറഞ്ഞിട്ട് സെലിബ്രിറ്റീസിന് സ്കിൻ ലൈറ്റനിങ്, വൈറ്റനിങ് അങ്ങനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഗ്ലൂട്ടാതയോൺ നമുക്ക് കൂടുതൽ അറിയാവുന്നത്. ഓൾറെഡി നമ്മുടെ ശരീരത്തിൽ ഗ്ലൂട്ടാതയോണിൻ്റെ പ്രൊഡക്ഷൻ ഉള്ളതാണ്. അത് ഈ പറഞ്ഞിട്ട് മെലനിൻ്റെ പ്രൊഡക്ഷൻ നന്നായിട്ട് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുമ്പോൾ സ്കിൻ ലൈറ്റനിങ് അങ്ങനെ ഉണ്ടാകുന്നതൊക്കെ. ഗ്ലൂട്ടാതയോൺ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഞാൻ ഓൾറെഡി വീഡിയോസിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. തൽക്കാലം നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്കിന്നിൽ വന്നേക്കുന്ന പിഗ്മെൻറ്റേഷനൊക്കെ കുറയ്ക്കുക, സ്കിൻ ടോൺ ഈവൻ ഔട്ട് ചെയ്യുക. ബേസിക്കലി സ്കിന്ന് നല്ലൊരു സ്റ്റേജിലേക്ക് എത്തിക്കുക. ഓൾറെഡി ഉള്ള പിമ്പിൾ മാർക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറി സ്കിൻ ഈവൻ ഔട്ട് ചെയ്യുമോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എത്ര നാൾ യൂസ് ചെയ്യാൻ പറ്റും, എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഗ്ലൂട്ടാതയോൺ നമുക്ക് പല രീതിയിൽ എടുക്കാം. അപ്പോൾ ഇഞ്ചക്ഷനാണ് എടുക്കുന്നതെങ്കിൽ നല്ല എക്സ്പെൻസീവാണ്, പക്ഷേ പെട്ടെന്ന് റിസൾട്ട് കിട്ടും. നേരെ മറിച്ച് നമ്മൾ ടാബ്ലറ്റ്സ് എടുക്കാനാണെങ്കിൽ ഒരു 2 മാസത്തെ കോഴ്സ് എടുക്കാനാണെങ്കിൽ പോലും ഒരു 3000-4000 തരാതരപ്പോൾ നമുക്ക് പൈസ ആവും. പക്ഷേ 2 മാസം കൊണ്ട് റിസൾട്ട് കിട്ടണമെന്നില്ല. ഒരു തുടർച്ചയായിട്ട് 4-5 മാസമൊക്കെ യൂസ് ചെയ്യണം. അങ്ങനെയാണെങ്കിലും 6000-7000 ആ സമയം കൊണ്ടാവും. അപ്പം അതും നോക്കിയിട്ട് നമുക്ക് കുറച്ചും കൂടെ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുമോ എന്നാണ് ഞാൻ നോക്കുന്നത്. അങ്ങനെ ഞാനിന്ന് യൂട്യൂബിലും ഗൂഗിളിലൊക്കെ പലയിടത്ത് സെർച്ച് ചെയ്ത് പല ഡോക്ടേഴ്സിൻ്റെ ഒപ്പീനിയൻസിലൊക്കെ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഗ്ലൂട്ടാതയോൺ നമുക്ക് ശരീരത്തിൽ കൂട്ടാൻ സഹായിക്കുന്ന ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട്. സോ അതിനെ നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടാക്കാം, അങ്ങനത്തെ ഒരു പൗഡറാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഞാനത് വാങ്ങിച്ചു. അതിനെല്ലാം കൂടെ എടുത്ത് നമ്മൾ സെറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും നല്ലൊരു ക്വാണ്ടിറ്റി ഉണ്ട്. അത് ഏകദേശം 4-5 മാസം സുഖമായിട്ട് എനിക്ക് യൂസ് ചെയ്യാനുള്ളതുണ്ട്. അതിനെല്ലാത്തിനും കൂടെ എനിക്ക് ചേർന്ന് ചിലവായത് പൈസ എന്ന് പറഞ്ഞിട്ട് 1100 രൂപ അങ്ങനെ എന്തായിട്ടുള്ളൂ. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ ഈ ഒരു സംഭവം സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്യാൻ പോകുന്ന രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രിത്തെ ഡിന്നറിന് മുന്നായിട്ട് ഒരു 1 hour മുന്നെങ്കിലും ഇത് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഞാൻ വിറ്റാമിൻ സി ക്യാപ്സ്യൂൾസ് എടുക്കുന്നുണ്ട് ഗ്ലൂട്ടാതയോൺ പൗഡർ എടുക്കുന്നതിന് മുന്നായിട്ട്. എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്ലൂട്ടാതയോൺ നമ്മുടെ ശരീരത്തിൽ നന്നായിട്ട് എഫക്റ്റീവ് ആയിട്ട് റിസൾട്ട് കിട്ടണമെങ്കിൽ വിറ്റാമിൻ സിയുടെ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് വിറ്റാമിൻ സി ടാബ്ലറ്റ്സ് ആദ്യം എടുക്കും. അത് കഴിഞ്ഞൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ ഗ്ലൂട്ടാതയോൺ പൗഡർ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, അത് ചെറിയ ചൂടുള്ള വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അത് കുടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞാൽ ഗ്ലൂട്ടാതയോൺ പൗഡറിൽ വെള്ളം കുടിച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഡിന്നർ കഴിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഡിന്നറൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഇരുന്ന് ബിഗ് ബോസ് ഒക്കെ കണ്ടിട്ട് കിടന്നുറങ്ങാം. അപ്പോൾ ഇതാണ് ബേസിക് റുട്ടീൻ. അപ്പോൾ ഇത് ഡെയിലി അല്ല, ഒരു ദിവസം ഇടവിട്ട്. അപ്പോൾ ഇന്ന് കഴിക്കുകയാണെങ്കിൽ നാളെ കഴിക്കില്ല, അതിൻ്റെ അടുത്ത ദിവസം കഴിക്കും. അങ്ങനെ ഓൾട്ടർനേറ്റ് ചെയ്തുള്ള ദിവസങ്ങളിൽ കഴിക്കുക. അപ്പോൾ ആഴ്ചയിൽ ഒരു 4 ദിവസം 3 ദിവസമൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക. അങ്ങനെ ഒരു 5 to 6 months, അറൗണ്ട് 6 months യൂസ് ചെയ്തിട്ട് എനിക്ക് എന്താണ് റിസൾട്ട് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം. അപ്പോൾ ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നാച്ചുറലാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഓൾറെഡി നമ്മുടെ ഡയറ്റിൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ ഗ്ലൂട്ടാതയോൺ നന്നായിട്ട് ശരീരത്തിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നെല്ലിക്കപ്പൊടി. അത് ഞാൻ ഫുഡ് ഗ്രേഡ് ആയിട്ടുള്ള എഡിബിൾ ആയിട്ടുള്ളത് തന്നെയാണ് എടുത്തിരിക്കുന്നത്, എല്ലാ ഇൻഗ്രീഡിയൻസും. അത് മെയിനായിട്ട് നോക്കണം കേട്ടോ. ജസ്റ്റ് മുടിയിൽ അപ്ലൈ ചെയ്ത സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നത് മാത്രം ആവരുത്, എഡിബിൾ ആണെന്ന് നോക്കണം. ഞാൻ എഡിബിൾ ക്വാളിറ്റി അത് തന്നെയാണ് എടുത്തിരിക്കുന്നത്. നെല്ലിക്കപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ ലിക്വറൈസിൻ്റെ പൗഡർ, പിന്നെ കുങ്കുമപ്പൂവ്, പിന്നെ പോപ്പി സീഡ്സ്. ഇത്രയും കൂടെ ആണ് എടുത്തിരിക്കുന്നത്. പോപ്പി സീഡ്സും കുങ്കുമപ്പൂവും കൂടെ ഒന്ന് മിക്സർ ജാറിൽ നിന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. കാരണം അതിന് ചെറിയ തരിതിരിപ്പുള്ളതുകൊണ്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് ബാക്കിയുള്ള ഫുഡിന് കൂടെ വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കൂടെ ഞാൻ നല്ലൊരു ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് ചെറിയൊരു ഭാഗം മാത്രം വെളിയിൽ വെച്ചിട്ട് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക ചെയ്യുന്നത്. കാരണം ഇവിടെ നല്ല ചൂടുണ്ട്. അപ്പം ഇത് ചീത്തയാവാതിരിക്കാനോ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 3/4 ഭാഗവും ഫ്രിഡ്ജിൽ വെക്കുകയും ബാക്കി കുറച്ച് മാത്രം വെളിയിൽ സൂക്ഷിക്കുക ചെയ്തത്. കാരണം നമുക്ക് 6 months യൂസ് ചെയ്യേണ്ടതുകൊണ്ട് റിസ്ക് എടുക്കണ്ട, ചീത്തയാക്കണ്ടെന്നുകൊണ്ട് ഫ്രിഡ്ജിൽ വെക്കുക ചെയ്തത്. പക്ഷേ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് വെളിയിൽ സൂക്ഷിക്കാൻ പറ്റേണ്ടതാണ്. എന്നാലും കുറച്ച് സേഫ് ആയിട്ടിരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നത്. കുറച്ച് മാത്രം വെളിയിലെടുത്ത് വെച്ചിട്ടുണ്ട്. നനവ് തട്ടാതെ വെക്കണം എന്നുള്ളതാണ് മെയിൻ കാര്യം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ആഫ്റ്റർ 6 months എന്താണ് എനിക്ക് ഫീൽ ചെയ്തെന്നുള്ളത് തീർച്ചയായിട്ടും ഞാൻ ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് അടുത്ത വീഡിയോ കാണാമെന്ന പ്രതീക്ഷയോടെ ടേക്ക് കെയർ.